സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന മദ്രസ അധ്യാപകർക്ക് മാത്രമായി 5 ലക്ഷം രൂപയുടെ പലിശരഹിത ഭവന വായ്പ പദ്ധതി അനുവദിച്ച സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ തീരുമാനം മതവിവേചനവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ 1/2/2025 വിവേചനപരമായ സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഉൾപ്പെടെ ഇതര വിജ്ഞാപിത മതന്യൂനപക്ഷങ്ങളിലെ മതാധ്യാപകരെയും പലിശരഹിത ഭവന വായ്പ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ഉത്തരവിറക്കണമെന്നുമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട്. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്കായി നൽകുന്ന ഭവന വായ്പ 2.5 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തിയിരിക്കുന്നു എന്ന രീതിയിലാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ KSM DFCയുടെ വെബ്സൈറ്റിലുള്ള വിശദ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് പലിശരഹിത വായ്പയാണെന്ന് വ്യക്തമാണ്. മുസ്ലിമേതര ന്യൂനപക്ഷങ്ങളെ കൂടി ഗുണഭോക്താക്കളായി പരിഗണിക്കുന്ന മറ്റൊരു ഭവന വായ്പാ പദ്ധതിക്ക് കൂടിയ നിരക്കിൽ പലിശ ഈടാക്കുന്നുമുണ്ട്. ഇത് വിവേചനപരവും ന്യൂനപക്ഷ തത്വങ്ങളുടെ പച്ചയായ ലംഘനവുമാണ്. മദ്രസ അധ്യാപകർക്കു മാത്രമായി പലിശരഹിത ലോൺ നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പൂർണ്ണമായും മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡാണ് നടപ്പിലാക്കേണ്ടത്. അതിനു പകരം ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ സംവിധാനങ്ങളിലേക്ക് അതിന്റെ ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതും ഫണ്ട് വകമാറ്റുന്ന നടപടിയും യാതൊരു വിധത്തിലും അംഗീകരിക്കാനാവില്ല. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഗുണഭോക്താക്കളായ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിഹിതം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നേർപകുതിയായി വെട്ടിക്കുറച്ച സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമുള്ള ഒരു പദ്ധതിയുടെ ഫണ്ട് നേരെ ഇരട്ടിയാക്കുന്ന വിരോധാഭാസമാണ് കാണുന്നത്. ഇത്തരം അനീതിപരമായ നടപടികളിൽ നിന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും കോർപ്പറേഷനും പിന്മാറണം. സർക്കാർ പലിശരഹിത വായ്പാ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ അതിൽ ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷ മതാധ്യാപകരെയും പരിഗണിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു.